ആഘോഷ തിമിർപ്പിലാണ് നാട്. നന്മയുടെയും സമൃദ്ധിയുടെയും പ്രതീക്ഷയിൽ ഓണത്തെ വരവേറ്റ ലോകമെങ്ങുമുള്ള മലയാളികൾ ഓണപ്പുലരിയിൽ ക്ഷേത്രങ്ങളിൽ ഭക്തജന തിരക്കാണ്. രാജേഷ്, തിരുവനന്തപുരത്ത് നിന്നും ഇതിൻ്റെ തത്സമയ വാർത്തകളുമായി കേരളത്തിലുടനീളം നമ്മുടെ പ്രതിനിധികൾ ഉണ്ട്. കാരണം അതിൻ്റെ ആഘോഷങ്ങളും ഇതുപോലെ ക്ഷേത്രത്തിൻ്റെ തിക്കും തിരക്കും ഒക്കെ പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കുകയാണ്. ഈ ആവേശം, ഓണം, തിരുവോണത്തെ എങ്ങനെയാണ് മലയാളികൾ വരവേൽക്കുന്നത് എന്ന് നമുക്ക് ഈ രാവിലെ തന്നെ അവരോട് തന്നെ ചോദിച്ചറിയാം. എത്രത്തോളം വൈകാരികമായാണ് ഈ തിരുവോണത്തെ നേരിടുന്നതെന്നൊക്കെ. ആദ്യം തന്നെ എബിയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് എബി, കഴിഞ്ഞ ദിവസത്തിൽ ചെറിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഉത്രാടപ്പാച്ചിൽ ഇല്ലായിരുന്നു എന്ന് ചില സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഉത്രാടപ്പാച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി വൈകിയും ഈ അല്ലേ അശ്വതി, അതെ, നെട്ടോട്ടമാണ്. അത് ഈ മലയാളികളുടെ ഒരു ബേസിക് സ്വഭാവമാണ്. ലാസ്റ്റ് മിനിറ്റ് വരെ അല്ലേ കാത്തിരിക്കുക ഓരോ സാധനങ്ങൾ വാങ്ങാനും. അതായത് സമയം ഇങ്ങനെ വൈകും തോറുമാണ് ഇങ്ങനെ ആവേശം കൂടും. അതെ. എബി, എന്താണ് തലസ്ഥാനത്തുള്ള വിശേഷങ്ങൾ? രണ്ടുപേർക്കും എന്തായാലും ഓണാശംസകൾ നേരുകയാണ്. ആദ്യമേ തന്നെ തിരുവനന്തപുരത്ത് ഈ ഓണത്തിൻ്റെ ആഘോഷം, അതിൻ്റെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഏതാണ്ട് ഉറക്കമുളച്ച് പോലും കൂടെ ആളുകൾ ഈ ഓണത്തിന് വേണ്ടിയിട്ട് ഒരുക്കത്തിലായിരുന്നു എന്ന് തന്നെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും. ഇന്നലെ വൈകിട്ടൊക്കെയും രാത്രി ഏറെ വൈകിയും വലിയ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ സമയത്തൊക്കെ തന്നെയും ഈ ഉത്രാടപ്പാച്ചിലിൻ്റെ ഒരു അവസാനത്തെ ആ ഒരു തിക്കും തിരക്കും ഒക്കെ തന്നെ നമുക്ക് ഈ നഗരത്തിൻ്റെ പല സ്ഥലങ്ങളിലും കാണാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഓണത്തിന് വേണ്ടി സർവ്വവിധമായിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഓണത്തിൻ്റെ ആഘോഷത്തിലേക്ക് മലയാളികൾ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോഴുള്ളത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുമ്പിലാണ്. അവിടെ മനോഹരമായിട്ടുള്ള പൂക്കളമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തിരക്ക് നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സാധാരണ പൂജകളൊക്കെ തന്നെയുണ്ട്. ഒപ്പം 7 മണിയോടുകൂടി ഈ ദർശനം പൂർത്തിയായിരിക്കുകയാണ്. ഇനിയിപ്പോൾ 8:30 മണിയോടുകൂടി വീണ്ടും ദർശനം തുടങ്ങുമ്പോൾ 10 മണി വരെ നീളും. അങ്ങനെ ആണ് ഇനിയിപ്പോൾ ദർശനത്തിൻ്റെ സമയമുള്ളത്. ഒപ്പം തന്നെ ഏതാണ്ട് 50 വർഷത്തിന് ശേഷം ഇത്തവണ 500 കിലോ അരിയുടെ നിവേദ്യം ഇത്തവണ ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. 50 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു കാര്യം നടക്കുന്നതെന്നുള്ള. ഒപ്പം തന്നെ 10,000 പേർക്ക് ഇത്തവണ ഓണസദ്യയും ഒരുക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി ഇതോടൊപ്പം തന്നെ പങ്കുവെക്കുകയാണ്. അങ്ങനെ ഓണത്തിനെ എല്ലാ രീതിയിലും ആഘോഷമാക്കിക്കൊണ്ട് തന്നെയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മഴ നേരിയ തോതിലൊരു ആശങ്ക ഉണ്ടാക്കുന്നെങ്കിൽ പോലും അതൊന്നും തന്നെ ഈ ഓണത്തിൻ്റെ ആഘോഷത്തെ ഒരു തരത്തിലും പ്രതികൂലമായി ബാധിക്കില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ആ നിലയ്ക്ക് തന്നെയാണ് ഈ ആഘോഷങ്ങളൊക്കെ തന്നെയും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളതുപോലെ തന്നെ തിരുവനന്തപുരത്തും ഇത്തരത്തിൽ കൂടുതലായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് വന്ന് ഇവിടെ ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഓണാഘോഷങ്ങളിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും എല്ലാവരുടെയും ഒരു ചിട്ടയായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ നിലയ്ക്കുള്ള ഒരു തിരക്ക് രാവിലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 7 മണിയോടുകൂടി 6:30 ആരംഭിച്ച ദർശനം 7 മണിയോടുകൂടി അവസാനിച്ചു കഴിഞ്ഞ് ഇപ്പോൾ 8:30 മണിയോടുകൂടിയാണ് ദർശനം ആരംഭിക്കുക. ആ സമയത്ത് ഇനി നമുക്കൊരു വലിയ തിരക്ക് ഇവിടെ ഒരുപക്ഷെ അനുഭവപ്പെടും എന്നുള്ളതാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഇവിടെയൊക്കെ നല്ല തിരക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഈ മഴയുടെ ഒരു ആശങ്ക ഉണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ ഒരു തരത്തിലും ഓണത്തിൻ്റെ നിറപ്പകിട്ടിനെ പ്രതികൂലമായി ബാധിക്കില്ല എന്ന് തന്നെയാണ് രാജേഷ്, അശ്വതി, പ്രതീക്ഷ.